തൃശൂർ പൂരം വെടിക്കെട്ടിൽ പ്രതിസന്ധി എന്ന വിവാദം തരികിട പരിപാടിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചിലർ രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചുവെക്കുകയാണ്. അപകടങ്ങൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കോടതിയും ജനങ്ങളും സർക്കാരിനോട് ചോദിക്കും. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പുനഃക്രമീകരണത്തിനായി താൻ ശ്രമിക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ കൊണ്ടുവച്ച് പൊട്ടിച്ചതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും. പക്ഷേ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബോഡീസ്, അത് ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ, അവർക്ക് നിയമത്തിൻ്റെ രൂപത്തിൽ നിർദ്ദേശം നൽകുന്ന സർക്കാരായാലും ശരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ആരോടാ ഇത് ചോദിക്കുക? കോടതികൾ ആരോടാ ചോദിക്കുക? ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊണ്ടുവച്ച് പൊട്ടിച്ചു കൊടുത്തത്. സൂരജ് സജിയ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. സൂരജ്, അപ്പോൾ കേന്ദ്ര നയമാണ് പ്രശ്നം എന്ന് കേന്ദ്രമന്ത്രി പരോക്ഷമായി സമ്മതിക്കുകയാണ്. അതിൽ അപ്പോൾ ഏത് രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിന് നീക്കമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. സൂരജ്. ഹാഷ്മി, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇനി പൂരത്തിന് 1 മാസം മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോഴും ഈ വെടിക്കെട്ടിന്റെ അനുമതി സംബന്ധിച്ചുള്ള ഒരു തീരുമാനവുമായിട്ടില്ല. പെസോ ഈ മാസങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണ് ഇതിൽ വില്ലനായി എത്തിയത്. അതിൽ ഇളവ് തേടി കേന്ദ്രത്തിന് കത്തയച്ചു. ഇവർ ഈ സുരേഷ് ഗോപി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രതിനിധികൾ അടക്കം ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയതാണ്. പക്ഷേ അതിനുശേഷം ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. അതോടുകൂടി ഇന്നലെ പാറമേക്കാവ് ദേവസ്വം ഇതിലൊരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതേ സംബന്ധിച്ച് ഇന്ന് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിച്ച സമയത്താണ് ഇപ്പോൾ നടക്കുന്ന വിവാദം തരികിട പരിപാടിയാണ് എന്ന് കേന്ദ്രമന്ത്രി വിമർശിച്ചത്. തൊട്ടു പിന്നാലെ ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണ്ടിവരും എന്നുള്ളത് കേന്ദ്രമന്ത്രിയും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ നിയമം സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ നിയമ ഭേദഗതി സംബന്ധിച്ച ഒരു പുനഃക്രമീകരണത്തിനിടെ താൻ ശ്രമിക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. അപ്പോഴും ഈ വിഷയത്തിന് എന്ത് പ്രശ്നപരിഹാരം എന്നത് മന്ത്രി വ്യക്തമായി പറയുന്നില്ല. ഈ വെടിക്കെട്ട് നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർ നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വേല, അതായത് ഈ പൂരത്തിന് മുമ്പ് വരുന്ന വേലയുണ്ട്, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ വേല, ആ വേല വെടിക്കെട്ടെല്ലാം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് താൻ ഇടപെട്ടാണ് നടത്തിയത്. അങ്ങനെയെങ്കിൽ തൃശൂർ പൂരം വെടിക്കെട്ടും നടത്താൻ കഴിയും എന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ എത്രമാത്രം നിയമസാധ്യത എന്ന് സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്, ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് ദേവസ്വങ്ങൾക്കുണ്ട്. വ്യക്തമായ ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ദേവസ്വങ്ങളും ഉള്ളത്. കാശ്മീർ. ഓക്കെ, പെസോയുടെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താനാവില്ല. ദേവസ്വങ്ങൾ ഇന്നലെ കേന്ദ്രമന്ത്രിമാരെ പോയി കണ്ടും പ്രത്യേകിച്ച് പരിഹാരമൊന്നും അതിൽ ഉണ്ടായിട്ടില്ല. അത് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി അല്ലാതെ അതിൽ എന്തെങ്കിലും പോസിബിലിറ്റി ഇല്ല. പൂരം വെടിക്കെട്ട് മുടങ്ങും എന്നതാണ് അവരുടെ ആശങ്ക. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കട്ടെ.